രാഹുൽ ഈശ്വർ ഒരു സംഖ്യയാണ്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഹിന്ദുത്വവാദി അല്ല. ഗാന്ധിജി ആരാണ്? ഗാന്ധിജി യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. സംഘപരിവാറിന്റെ ഒരുപാട് പോസിറ്റീവുകളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രശ്നം, സംഘപരിവാർ അണികൾക്കുള്ളിൽ ഒരുപാട് മുസ്ലിം വിരോധം. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ശത്രുക്കളാണെന്ന് ഗുരുജി എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണ്. സംഘിയും ഗുരുജി ഗോൾവൽക്കറിന്റെ പാതയിൽ ഗാന്ധിജിയുടെ അടുത്തേക്ക് വരണം. എന്താണ് ബി ജെ പിയിലെ ഒരു വിഭാഗം ആൾക്കാർ, ബി ജെ പിയിലെ സുഹൃത്തുക്കൾ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അവർ വർഗീയത പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ശത്രുക്കളിൽ ഒരാൾ ചിലപ്പോൾ പിണറായി വിജയനാവാം. പക്ഷേ പിണറായി വിജയനോടുള്ള എൻ്റെ ദേഷ്യം അദ്ദേഹത്തിന്റെ മോളോട് തീർക്കരുത്. ഇതിന്റെ പ്രശ്നം, നമ്മുടെ നാട്ടിൽ എല്ലാവരെയും കള്ളക്കേസ് കൊടുക്കാൻ നോക്കുക. ഇതിന്റെ പ്രശ്നം, പണി കൊടുക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം വെച്ച് ആർക്കും ആരെയും എപ്പോഴും പണി കൊടുക്കാം. ഈ ശത്രുതാ മനോഭാവം നമ്മൾ പരസ്പരം പാടില്ല. നമ്മളെല്ലാം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞു പഠിച്ചു വരില്ലേ. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയപരമായി എതിർക്കുമ്പോഴും വ്യക്തിപരമായി പണി കൊടുക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. രാഹുൽ ഈശ്വറിന് ഒരു രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം, പലരും രാഹുൽ ഈശ്വറിനോട് ചോദിച്ചത് തന്നെയായിരിക്കും, രാഹുൽ ഈശ്വർ ഒരു സംഖ്യയാണോ? ചോദിച്ച ചില ആൾക്കാർ ഇപ്പൊ സംഖ്യയിലോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് തമാശ, രാഹുൽ ഈശ്വർ സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഹിന്ദുത്വവാദി അല്ല. ഹിന്ദുത്വത്തോടെ എനിക്ക് ബഹുമാനമുണ്ട്, പക്ഷേ അവരോട് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അതായത് ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിയനാണ്. ഞാൻ സബർമതി ആശ്രമത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ക്യൂറേറ്റർ എന്നോട് പറഞ്ഞാണ്, ഇന്ത്യയിൽ ഒരുപക്ഷെ ഗാന്ധി ടാറ്റു ചെയ്ത ഏക വ്യക്തി ഞാനായിരിക്കും. ഗാന്ധിജി ഗാന്ധിജി യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. അത് ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ ഇറ ഓഫ് ഡാർക്ക്നെസ്സിലാണെന്ന് തോന്നുന്നു. ഗാന്ധിജിയെ ഗ്ലോബൽ ഓഡിയൻസിന് പരിചയപ്പെടുത്തുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ഹു ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ്. ഗാന്ധിജി യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. എന്നാൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രവർത്തിച്ച, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യത്തിന് പ്രവർത്തിച്ച യഥാർത്ഥ ക്രിസ്തുമാർഗിയായ വ്യക്തിയാണ് ഗാന്ധിജി. ഈ ബാലൻസ് ഇന്ത്യക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയൂ. ഈ ബാലൻസ് ആണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇന്ന് നമ്മൾ ഈ മതസൗഹാർദ്ദം എന്ന ആശയം പറയുന്നുണ്ടല്ലോ, ഇത് ലോകതലത്തിൽ ഏറ്റവും ആദ്യമായി പ്രസന്റ് ചെയ്യുന്ന സ്വാമി വിവേകാനന്ദനാണ്. 1893 ഷിക്കാഗോ ലോക മതമഹാസമ്മേളനത്തിൽ. ഈ പാരമ്പര്യമാണ് ഇന്ത്യയെ വിശ്വഗുരുവാക്കുന്നത്. അപ്പം ഞാൻ ഗാന്ധിയനാണ്. എനിക്ക് കോൺഗ്രസ് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ കോൺഗ്രസിന്റെ റൈറ്റാണ് ഞാൻ. കോൺഗ്രസിന്റെ റൈറ്റ് ഓഫ് സെൻട്രൽ നിൽക്കുന്നത് അല്ല. അതിന്റെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചാപ്പയടിക്കുന്നതിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഖ്യയാണ് എന്ന് പറയുന്നത് അവകാശം പറഞ്ഞ സംഖ്യ. അപ്പം ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ, ഹിന്ദു വേറെ, സംഖ്യ വേറെ. സംഘപരിവാറിന്റെ ഒരുപാട് പോസിറ്റീവുകളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രശ്നം, സംഘപരിവാർ അണികൾക്കുള്ളിൽ ഒരുപാട് മുസ്ലിം വിരോധമുണ്ട്. പണ്ട് ക്രിസ്ത്യൻ വിരോധം ഉണ്ടായിരുന്നു. ഇപ്പൊ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് കണ്ടിട്ടാണ് വേണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ നോക്കിയാൽ ഇപ്പോഴും തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ക്രിസ്ത്യാനികളെയാണ് കൂടുതൽ ദേഷ്യം. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ നമ്മുടെ അവിടുത്തെ ഹിന്ദുത്വവാദി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ക്രിസ്ത്യാനികളോടാണ് കൂടുതൽ ദേഷ്യം. അതായത് അവർ പറയുന്നത് മുസ്ലിങ്ങൾ നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യും, ക്രിസ്ത്യാനികൾ അടിയിൽ കൂടെ പണി തരുമെന്നാണ്. അപ്പോൾ ഇത് നമുക്കൊരു മോഡറേഷൻ മതി. RSSന്റെ ഏറ്റവും വലിയ സർസംഘചാലകായിരുന്നു ഗുരുജി ഗോൾവൽക്കർ. രണ്ടാം സർസംഘചാലകായിരുന്നു. 33 വർഷം RSSനെ നയിച്ചതാണ്. ഗുരുജി ഗോൾവൽക്കറും ആദ്യ കാലത്തിൽ ചില തെറ്റായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ശത്രുക്കളാണെന്ന് ഗുരുജി എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണ്. പക്ഷേ ആ ഗുരുജി കുറെ കാലം കഴിയുമ്പോൾ നന്നായി മോഡറേഷനിലേക്ക് വന്നു, മിതത്വത്തിലേക്ക് വന്നു, പഴയ തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്ന് ഓരോ RSSകാരനും അല്ലെങ്കിൽ ഹിന്ദുത്വവാദി എന്ന് സ്വയം വിളിക്കുന്ന ഓരോ ആൾക്കാരും, സംഗീത വാക്യം ഉപയോഗിക്കാറില്ല, എന്നാലും ഇൻ കോട്സ്, സംഘിയും ഗുരുജി ഗോൾവൽക്കറിന്റെ പാതയിൽ ഗാന്ധിജിയുടെ അടുത്തേക്ക് വരണം. അല്ലാതെ ഇന്ത്യക്ക് അല്ലെങ്കിൽ RSSനും ഹിന്ദുത്വവാദികൾക്കും വേറൊരു ഭാവിയില്ല. രാഹുൽ ഈശ്വറിന് ഏതെങ്കിലും പാർട്ടിക്കാർ ഏതെങ്കിലും ഇലക്ഷനിൽ മത്സരിക്കാൻ സമയം നമുക്ക് ഒന്നോ രണ്ടോ പ്രമുഖ പാർട്ടികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷൻ അപ്രോച്ച് ഏതെല്ലാം പാർട്ടികളാണ്? പ്രമുഖമായ പാർട്ടികൾ, നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയെ വന്നാണ്. ഞാനിപ്പോൾ അവരോട് പറഞ്ഞു, എനിക്ക് പുരുഷ കമ്മീഷൻ പോലുള്ള കാര്യങ്ങളിലാണ് താല്പര്യം, ഭരണം മാറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ടെൻഡൻസീസോ മറച്ചു വെക്കണ്ട. അപ്പൊ എൻ്റെ അമ്മ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അമ്മ BJPയുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ ക്യാമ്പയിനൊക്കെ വരെ പോയിട്ടുണ്ട്. എനിക്ക് എന്നാൽ കൂടുതൽ കോൺഗ്രസ് ചെയ്യിക്കണമെന്നാണ്. കാരണം കേരളത്തിന്റെ പൊതു നന്മയ്ക്ക് അതാണ്. ദീപ വൈഫ് കുറച്ചുകൂടെ പൊളിറ്റിക്സിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. ശശി തരൂർ സാറിനെ വലിയ ഇഷ്ടമാണ്. ശശി തരൂർ സാറും രാജീവ് ചന്ദ്രശേഖർജിയും കൂടെ ഒന്നും ഭയങ്കര കൺഫ്യൂസ്ഡ്. അയ്യോ, രണ്ടുപേരും ഈക്വലി ഗുഡാണ്, ഒരേ പ്രൊഫൈലുള്ളവരാണ്, വെൽ എഡ്യൂക്കേറ്റഡ്, ഫോറിൻ എക്സ്പോഷറും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് പക്ഷേ കുറച്ചുകൂടെ പേഴ്സണലി ശശി തരൂർ സാറിനെ ഇഷ്ടം. രാജീവ് ചന്ദ്രശേഖർ ഈക്വലി ഗുഡാണ്. നമ്മുടെ ഏറ്റവും BJPക്ക്
എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവാണ്. അദ്ദേഹവും എന്താ പറയുക ഈ വർഗീയ ലൈനിലേക്ക് പോകാറില്ല, കുറെ കൂടെ ഒരു മോഡറേറ്റ് ലൈനിലേക്കാണ് വരുന്നത്. എന്താണ് ബി ജെ പിയിലെ ഒരു വിഭാഗം ആൾക്കാർ, ബി ജെ പിയിലെ സുഹൃത്തുക്കൾ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്, അവർ വർഗീയത പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇല്ലാത്തൊരു ശത്രു ഉണ്ടെന്ന് പറയുകയാണ്. ഞാൻ ചിരിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള പി സി ജോർജ് സാർ ശബരിമല പ്രക്ഷോഭത്തിനൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീ പി സി ജോർജിൻ്റെയും ശരിക്കും ശബരിമല പ്രക്ഷോഭത്തിൽ എന്താ പറയുക ആ വെളിയിലെ ആൾക്കാർ അറിയാതെ ഏറ്റവും ത്യാഗവും എഫേർട്ടും കൊടുത്ത ഒരാൾ നമ്മുടെ ഷോണാണ്. ഷോൺ ജോർജ് ഒരുപാട് എഫേർട്ട് ഇതിനെടുത്തിട്ടുണ്ട്. വെളിയിലെ ആൾക്കാർ അറിയുന്നില്ല, ഷോൺ ഒരു വേദി പോലും കയറിയിട്ടില്ല. അപ്പം വളരെ ഇഷ്ടമുള്ള ഒരു കുടുംബമാണ്, അവരുടെ ഫാമിലിയെ തന്നെ അറിയാം. ശ്രീ പി സി ജോർജ് സാർ എന്നോട് സംസാരിച്ചൊരു സംഭാഷണമാണ്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കോട്ട് ചെയ്യുന്നതാണ്. പുള്ളി എന്നോട് പറഞ്ഞു, നമ്മുടെ കോഴിക്കോട് നിന്ന് ഹിന്ദു ക്രിസ്ത്യൻ 400 പെൺകുട്ടികളെ കപ്പൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ കടത്തി, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കടത്തി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അതായത് ഈ ഫോൺ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താ ഇങ്ങനെ പി സി ജോർജ് സാർ പറയുന്നല്ലോ, എന്താ 400 പോയി കാണില്ല, ഒരു 40 ചിലപ്പം പോയി കാണും എന്ന് പറഞ്ഞു. സാധാരണ ഒരു ഹിന്ദു സ്ത്രീയുടെ, ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ മനസ്സാണ്. എൻ്റെ വൈഫ് ദീപയോട് ചോദിച്ചു, ദീപ എന്താ നിൻ്റെ അഭിപ്രായം, 400 പേര് 4-10 പേര് വല്ലതും പോയി കാണും, ഇതിനപ്പുറം പോയി കാണില്ല. ഇതിനൊരു പ്രശ്നമേ ഉള്ളൂ, അഫ്ഗാനിസ്ഥാനിൽ കടലില്ല. അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ഡ് കൺട്രിയാണ്. അഫ്ഗാനിസ്ഥാൻ ലോകത്ത് കടലില്ലാത്ത കുറച്ച് രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ എന്തായാലും കടൽ മാർഗം ഒരാളെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം പി സി ജോർജ് സാറൊക്കെ ട്രൈ ചെയ്യുന്നത് ഈ തീവ്ര ഹിന്ദുത്വത്തെ ഇളക്കാനാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിജിയെ കുറ്റം പറയുന്നത്. പി സി ജോർജ് സാർ പണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് നേടിയാണ് ജയിച്ചുകൊണ്ടിരുന്നത്, പൂഞ്ഞാറ് ജയിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് തിരിഞ്ഞു വന്നപ്പോൾ മറു തീവ്രതയിലേക്ക് പോയി. അതിനർത്ഥമില്ല. അതെ, ജോർജ് സാർ യഥാർത്ഥത്തിൽ ഒരു തിരിച്ചൊരു മോഡറേഷനിലേക്ക് വരണം. ജോർജ് സാർ വലിയൊരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ താല്പര്യവും എല്ലാവരുടെയും താല്പര്യവും ഒക്കെ സംരക്ഷിക്കുന്ന നേതാവായിരുന്നു. ജോർജ് സാർ അതിലേക്ക് തിരിച്ചു വരണം. ഈ ഇസ്ലാമോഫോബിയ ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് എന്താ പറയണേ നന്മ നേരുന്നില്ല. ഒരു ഫോബിയയും, ഹിന്ദു ഫോബിയയും പാടില്ല, ക്രിസ്ത്യൻ ഫോബിയയും പാടില്ല, മുസ്ലിം ഫോബിയയും പാടില്ല, ഒരു ഫോബിയയും ഒരു നാടിനും നന്മ, കമ്മ്യൂണിസ്റ്റ് ഫോബിയയും പാടില്ല, നന്മ നേരുന്നില്ല. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പര ബഹുമാനത്തോടെ ആദരവോടെ പണി കൊടുക്കാനല്ലാതെ ചെയ്യണം. അപ്പോൾ ഒരുപാട് പേര് എന്നെ മനോരമ അടക്കമുള്ള ചാനലുകൾ അവരുടെ ചർച്ചയ്ക്ക് വിളിച്ചു. ശ്രീ പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഇഡിയുടെ അന്വേഷണം വന്ന ദിവസം ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ആ ചർച്ചയിലും പറഞ്ഞു, കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ പോലീസ് 4 കള്ളക്കേസ് കുടുക്കി 35 മുതൽ 40 ദിവസം വരെ ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഞാൻ. ശബരിമല കേസിൽ 10-22 ദിവസം കിടന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ 16 ദിവസം കിടന്നു. പക്ഷേ പിണറായി വിജയനോടുള്ള എൻ്റെ ദേഷ്യം അദ്ദേഹത്തിൻ്റെ മോളോട് തീർക്കരുത്. ഇതിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ എല്ലാവരെയും കള്ളക്കേസ് കൊടുക്കാൻ നോക്കുകയാണ്. ഇതാണ് അതിന്റെ പ്രശ്നം. അമിത്ഷാജി ഉയർന്നു വരുന്നു, അപ്പം പുള്ളിയെ 100 ദിവസം പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ അമിത്ഷാജിക്ക് പിന്നീട് അധികാരം വന്നു, എന്ത് ചെയ്തു, പി ചിദംബരത്തെ 104 ദിവസം പിടിച്ച് ജയിലിലിട്ടു. അമിത്ഷാജി എത്ര ദിവസം ജയിലിൽ കിടന്നു, അതിനെക്കാട്ടി 1 ദിവസം കൂടുതൽ ചിദംബരത്തെ പിടിച്ച് ജയിലിലിട്ടു. ഇങ്ങനെ പരസ്പരം പണി കൊടുക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പുള്ളി കറപ്റ്റാന്ന് ആരും പറയില്ല. മാസങ്ങളോളം പുള്ളി ജയിലിൽ കിടന്നു. ഇഡിയുടെ കേസിൽ കള്ളക്കേസാണ്, അവസാനം കോടതി എതിയിൽ നിന്ന് CBIയുടെ കേസ് കോടതി എതിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ കള്ളക്കേസുകൾ വലിയൊരു പ്രശ്നമാണ്. പണി കൊടുക്കാനും ദേഷ്യം തീർക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കേസുകളാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ശത്രുക്കളോട് പോലും നീതി കാണിക്കണം, നമ്മുടെ എതിരാളികളോട് നീതി കാണിക്കണം. അവർക്ക് എതിർക്കുള്ള പോയിന്റ് നമുക്ക് എതിർക്കാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയണേ വിഷയാധിഷ്ഠിതമായി അവരെ എതിർക്കാം. പക്ഷേ ഈ ശത്രുതാ മനോഭാവം നമ്മൾ പരസ്പരം പാടില്ല. നമ്മളെല്ലാം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞു പഠിച്ചവരല്ലേ. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയപരമായി എതിർക്കുമ്പോഴും വ്യക്തിപരമായി പണി കൊടുക്കുക എന്നൊരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വറിൻ്റെ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ശത്രുക്കളിൽ ഒരാൾ ചിലപ്പോൾ പിണറായി വിജയനാവാം. ഇപ്പോൾ വീണ വിജയന്റെ കേസ് വന്നപ്പോഴും പിണറായി വിജയന്റെ ഇൻഫ്ലുവൻസിലല്ലേ ആ മാസപ്പടിയും കേസ്? ഞാൻ ഒറ്റ ചോദ്യത്തിൽ തിരിയാം. അതായത് എല്ലാവരും പറയുന്നത് ശ്രീമതി വീണ വിജയന് 2.5 കോടിയിലധികം 2.7 crores രൂപ എന്തിനു കൊടുത്തു? വളരെ കൃത്യമായ ചോദ്യമാണ്. അതിൽ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. കൺസൾട്ടൻസി, കുറച്ച് സോഫ്റ്റ്വെയർ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ, അതിന് ക്ലാരിറ്റി ഇല്ല. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ 2.5 കോടി അല്ലെങ്കിൽ 2.7 കോടി കൊടുത്തു എന്ന് അതിന് പകരമായിട്ട് കർത്തയ്ക്ക് എന്താ ശ്രീ പിണറായി വിജയൻ ചെയ്തു കൊടുത്തത്? എന്താണെന്നാ ED പറയുന്നത്? എന്താണ് SFIO പറയുന്നത്? നമ്മളൊരാൾക്കൊരു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം അവർ പോലും ഉന്നയിക്കുന്നില്ലല്ലോ. അതിങ്ങനെ അന്വേഷിക്കാന്ന് പറയുകയാണ്. അപ്പൊ ഈ ഗ്രേ ഏരിയകളെ, അതായത് വൈറ്റും ബ്ലാക്കും അല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്, പലപ്പോഴും ഗ്രേ ഏരിയ ഉണ്ട്. ഈ ഗ്രേ ഏരിയകളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. ഒരുപക്ഷെ കേസ് നിൽക്കില്ലായിരിക്കും, പക്ഷെ ഈ ഒരു എന്താ പറയാ വ്യക്തികൾക്കെതിരെ കേസ് കറക്റ്റ് ആണ്, അങ്ങ് പറഞ്ഞ പോയിന്റാണ് കറക്റ്റ്. കേസ് നിൽക്കില്ല, പക്ഷെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യം ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയ ധാർമ്മികതയുടെ ചോദ്യവും പിണറായി വിജയന് പണി കൊടുക്കാനുമായി അദ്ദേഹത്തിന്റെ മോളെ വേട്ടയാടുന്നതിൽ എന്തർത്ഥമുള്ളത്?
നമ്മുടെ കർണാടകത്തിലെ കോൺഗ്രസിന്റെ സൂപ്പർമാൻ ശ്രീ DK ശിവകുമാർ എനിക്ക് ഒന്ന് 50 ദിവസം ജയിലിൽ കിടന്നു. EDയുടെ കേസിൽ 50 ദിവസം ജയിലിൽ കിടന്നു. സിറ്റിംഗ് മുഖ്യമന്ത്രിയായ ശ്രീ അരവിന്ദ് കെജ്രിവാൾ കടന്നു. ആരെയും ആർക്കും കൊടുക്കാം. അതായത് നാളെ എനിക്ക് അങ്ങേക്ക് പണി തരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വീട് മേടിക്കുമ്പോൾ, ഞാനടക്കം നിങ്ങളടക്കം വീട് മേടിക്കുമ്പോൾ പലപ്പോഴും ഒറിജിനൽ റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത്. ഇത് വീട് മേടിക്കൽ തട്ടിപ്പ്, വീട് മേടിക്കൽ കുംഭകോണം എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിരുന്നാൽ മതി. ഇതിൻ്റെ പ്രശ്നം എല്ലാവരുടെയും അക്കൗണ്ടിൽ നോക്കിയാൽ 1 or 2 ഗ്രേ സ്പോട്ടുകൾ കണ്ടെത്തും. അതാരും മനഃപൂർവ്വം ചെയ്യുന്നൊന്നും ആയിരിക്കില്ല. ഈ ഗ്രേ സ്പോട്ടുകൾ കണ്ടെത്തും. ആ സ്പോട്ടുകളെക്കുറിച്ച് അന്വേഷണം, വീണ്ടും അന്വേഷണം, എങ്ങനെയും പണി കൊടുക്കാം. അതായത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ, ഞാനൊരു AI മോഡൽ അച്ചുവിൻ്റെ ഫോട്ടോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഈ ഇരയുടെ അല്ലെങ്കിൽ അതിജീവിത എന്ന് സ്വയം വിളിക്കുന്ന ശരിയല്ലാത്ത അതിജീവിതയുടെ ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞാണ് പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നത്. പോലീസുകാരോട് ഞാൻ സാർ ഇത് AI മോഡലാണല്ലോ. പോലീസുകാരോട് പറഞ്ഞ ചോദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ പിള്ളേർ പറയണ്ട, ഇത് ആ കുട്ടിയുടേതാണെന്ന് ആ കുട്ടിക്ക് തോന്നിയാലല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? ഞാൻ സാർ ഒന്നുകൂടെ ചോദിക്കും. അപ്പോൾ ചോദ്യം കേട്ട് ഞാൻ പകച്ചുപോയി. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചാണ്. ഇതുപോലിരുന്ന് എന്നോട് പോലീസിലെ CI സംസാരിക്കുകയാണ്. അതായത് രാഹുൽ ഈശ്വർ, ഈ ഫോട്ടോ എൻ്റേതാണെന്ന് ആ കുട്ടിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? നമ്മൾ സാറേ അല്ലല്ലോ, രണ്ടുപേരുടെയും മുഖമൊക്കെ വേറെയല്ലേ. ഇല്ല, അതിന് ഫോറൻസിക്കിൽ കൊടുക്കണം, ഫോറൻസിക്കാരുടെ റിപ്പോർട്ട് വേണം. ഇപ്പോഴും എൻ്റെ ലാപ്ടോപ്പും മൊബൈലും തിരിച്ച് കിട്ടിയിട്ടില്ല, ഓഫീസിൻ്റെ ലാപ്ടോപ്പാണ്. ഇതൊക്കെ ഒരു വലിയ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ. ഈ അന്വേഷണ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലീസുകാരുടെ കുറ്റമൊന്നുമല്ല കേട്ടോ. പോലീസുകാരോട് മെയിൽ ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അത്രേ ഉള്ളൂ. നാളെ ഇതേ പോലീസുകാരനെ ഇപ്പം വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞതിനെ തിരിച്ച് വിളിച്ചു പറഞ്ഞാൽ അവനെ പോയി അറസ്റ്റ് ചെയ്യും. പോലീസുകാരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് മേലിരിക്കുന്ന രാഷ്ട്രീയക്കാർ പറയുന്നത് അനുസരിക്കാനേ പറ്റൂ. പോലീസ് ഒരു കൈയാണ്. അതുകൊണ്ട് പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ മൊണാലിസ ഫർമാൻ, അവരുടെ വിവാഹം ഒരു ഹിന്ദു മുസ്ലിം വിവാഹമാണ്. കുംഭമേളയിൽ വൈറലായ വ്യക്തി. മധ്യപ്രദേശ് സർക്കാർ കൊണ്ടുപിടിച്ച് നിൽക്കുകയാണ് അവർക്ക് പണി കൊടുക്കാൻ. ഏതെങ്കിലും രീതിയിൽ പണി കൊടുക്കാം. 18 വയസ്സായ കുട്ടിക്ക് ആ കുട്ടിയുടെ അനിയൻ്റെ ബർത്ത് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ജനിച്ച ഡോക്യുമെൻറ്റിൽ ലടുക്കാന്നുള്ളത് ലടുക്കിന്ന് തിരുത്തി ഇവക്ക് പണി കൊടുക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നം പണി കൊടുക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം വെച്ച് ആർക്കും ആരെയും എപ്പോഴും പണി കൊടുക്കണം. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ പണി കൊടുക്കലിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് തീരണം. ഇല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് പുരുഷന്മാർക്കാണ് ഏറ്റവും പ്രശ്നം. കാര്യം നമ്മുടെ പുരുഷന്മാർക്കാണ് ഈസിയായി പണി തരാൻ പറ്റുന്നത്. നാളെ ഏതെങ്കിലും ഒരു പെണ്ണ് കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി. എല്ലാ കോടതികളും നമ്മൾ പറയുന്നതാണ്. കൺസെൻറ്റോടുകൂടി റിലേഷൻഷിപ്പ് ഉണ്ടായി കാണാം. റേപ്പ് ചെയ്ത് മുഖത്തു തുപ്പി അടിച്ചവൻ ആരെങ്കിലും വിഷുക്കൈ നീട്ട 10,000 രൂപ അയച്ചു കൊടുക്കൂ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ദിവസത്തിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിഷുക്കൈ നീട്ട അയച്ചു കൊടുക്കൂ. അതെന്തുവരെ റേപ്പാണ്? ഇതിൻ്റെ പ്രശ്നമേ വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ സ്ഥിരം മാധ്യമങ്ങളിൽ കാണുന്നൊരു പ്രയോഗമാണ്, വർഷങ്ങളോളം പീഡിപ്പിച്ചു. എന്തൊരു വലിയ കള്ളമാണ്. എങ്ങനെയാണ് വർഷങ്ങളോളം പീഡിപ്പിക്കാൻ പറ്റുക? ഒരു പ്രാവശ്യം തീർച്ചയായും ഏതെങ്കിലും ഒരു പ്രാവശ്യം ഒരാളെ പീഡിപ്പിച്ചു എന്നത് സത്യമാണ്. വർഷങ്ങളോളം എങ്ങനെ പീഡിപ്പിക്കും? ഇതിൻ്റെ പ്രശ്നം ഇത് ശരിക്കും സ്ത്രീകളെ അപമാനിക്കുകയല്ലേ? സ്ത്രീകളെന്താ പാവകളുമല്ലോ ആണോ? ഇതിൻ്റെ പ്രശ്നം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വളരെ ലോപ്സൈഡഡ് ആണ്, അല്ലെങ്കിൽ വളരെ ഇൻബാലൻസ്ഡ് ആണ്. സ്ത്രീകൾക്ക് കുറച്ച് സ്ത്രീകൾക്ക് അനുകൂലമാകുന്നത് തെറ്റില്ല. പക്ഷേ പുരുഷന്മാരുടെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അവരോട് നീന്താൻ പറയുന്നതിൻ്റെ അവസ്ഥയാണ്. ഇപ്പം നാളെ എനിക്കോ താങ്കൾക്കോ നമുക്കെതിരെ ഒരു കേസ് ഒന്നുമിരിക്കട്ടെ, ആദ്യം അറസ്റ്റും പിന്നീട് അന്വേഷണമാണ്. അതായത് ഞങ്ങളൊക്കെ ബഹളം വെച്ചുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ ഇപ്പം വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം അറസ്റ്റും പിന്നീട് അന്വേഷണവും. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ജയിലിൽ കിടക്കും. നമ്മുടെ അഭിമാനം പോവും, നമ്മുടെ വീട്ടുകാരടക്കം നമ്മളെ ഇതായി പോവും, നമ്മുടെ സ്ഥലത്തെ ജോലി പോവും, എന്നും പീഡകൻ എന്ന പേരും കിട്ടും. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. ഇങ്ങനെ ജീവിതം തകർന്ന ഒരുപാട് പേരുണ്ട്. ഈ പല ആൾക്കാരും അവരുടെ പേര് ഞാൻ എടുത്തു പറയുമ്പോൾ പോപ്പുലറായ പേരുകളാണ് ഞാൻ പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും അറിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാർ. പ്രതിച്ഛായ എന്ന സിനിമ ഉണ്ടോ എന്നറിയില്ല, നമ്മുടെ നിവിൻ പോളിയുടെ, ബാലേന്ദ്രൻ സാറിൻ്റെ സിനിമയാണ്. നിവിൻ പോളി ഇങ്ങനെ അനുഭവിച്ച ആളാണ്, ബാലേന്ദ്രൻ സാറും ഇങ്ങനെ അനുഭവിച്ച ആളാണ്. എന്നോട് ബാലേന്ദ്രൻ സാർ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം ഈ നാണക്കേട് സഹിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ലായിരുന്നു. എന്തൊരു നാണക്കേട്! 25 വർഷം മുമ്പ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനല്ലെന്ന് തെളിയിക്കും. നാളെ ഒരാൾ വന്ന് താങ്കളോട് എന്നോട് പറയുകയാണ്, ഇയാൾ എന്നെ 25 വർഷം മുമ്പ് പീഡിപ്പിച്ചു. അങ്ങനെ ഒരു കേസും ഉണ്ടായി. അതാണ് നമ്മുടെ ജിതേന്ദ്രയുടെ കേസ്. ജിതേന്ദ്ര 48 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. എങ്ങനല്ലെന്ന് പറയും. അപ്പം ഇത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെ മീഡിയക്കാർ പരമാവധി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞങ്ങളിപ്പം മുമ്പോട്ട് പോകുന്ന ഏറ്റവും പ്രധാന കാര്യം അതാ, പുരുഷ കമ്മീഷൻ വരണം. പക്ഷേ പുരുഷ കമ്മീഷന് മുമ്പ് പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റിയും പേരും പുറത്തു വിടാത്തതുപോലെ പുരുഷൻ്റെ പേരും ഐഡൻറ്റിറ്റിയും കോടതി കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ പുറത്തു വിടണം. ഇങ്ങനൊരു നിയമപരിഷ്കരണത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്.